നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഷു ആശംസകളുടെ ഭാഗമായി ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന രീതിയിലുള്ള ചിത്രം. ഈ ചിത്രം പ്രചരിപ്പിച്ച ചേർത്തലയിലെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന സ്ഥാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധവും ആക്ഷേപവും. ഹൈന്ദവ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും അപമാനിക്കുന്നതാണ് റെസ്റ്റോറന്റിന്റെ നടപടിയെന്ന് ആരോപിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കടുക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ GK സുരേഷ് ബാബുവാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ ഹൃദയവികാരമായ ശ്രീകൃഷ്ണനെ ഇത്തരത്തിൽ ചിത്രീകരിച്ചത് ബോധപൂർവമായ പ്രകോപനമാണെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ലോകമെമ്പാടുമുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ ഭഗവത്ഗീതയെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ ഇവിടെ ചിലർ കൃഷ്ണനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മറ്റ് മതവിഭാഗങ്ങളുടെ ആചാര്യന്മാരെ ഇത്തരത്തിൽ ചിത്രീകരിച്ചാൽ ഉണ്ടാകുമായിരുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സ്വന്തം സംസ്കാരത്തിൽ അഭിമാനമുള്ളവർ ഇത്തരം സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കണമെന്നും ആഹ്വാനം ചെയ്തു. സംഭവത്തിൽ നിയമപാലകർ ഇടപെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്ഥാപനത്തിനെതിരെ വൻതോതിലുള്ള സൈബർ ആക്രമണവും ബഹിഷ്കരണ ആഹ്വാനങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് GK സുരേഷ് ബാബു. GK സുരേഷ് ബാബുവിന്റെ പോസ്റ്റ്. ചേർത്തലയിലെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന പിതൃശൂന്യന്മാർ ഇറക്കിയിട്ടുള്ള വിഷു ആശംസാ കാർഡാണിത്. ചിക്കൻ മന്തി കഴിക്കുന്ന കൃഷ്ണൻ, പന്നി ഇറച്ചി കഴിക്കുന്ന പ്രവാചകന്റെ ചിത്രം ഏതെങ്കിലും ഹിന്ദു നാമധാരി ഇങ്ങനെ ആശംസാ കാർഡ് ആക്കിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? കൃഷ്ണൻ ഭാരതത്തിന്റെ ഹൃദയവികാരമാണ്. ലോകമെങ്ങും ഏറ്റവും മികച്ച മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഭഗവത്ഗീതയിലെ മാനേജ്മെന്റ് ശാസ്ത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. ഇവിടെ പിതൃശൂന്യ ജിഹാദികൾ കൃഷ്ണനെ അപമാനിക്കുന്നു. സ്വന്തം പാരമ്പര്യത്തിൽ സംസ്കാരത്തിലും അഭിമാനമുള്ള പിതൃപരമ്പരയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ ഈ കടയിൽ കയറരുത്. ഇത് ചെയ്തവനെ തെരുവിൽ നേരിടാൻ ഹിന്ദു സമൂഹത്തിന് ആകണം. എവിടെ നിയമപാലകരും മൈനർ പെണ്ണിനെ കെട്ടിക്കാൻ നടക്കുന്നവരും ഒന്നും പറയാനില്ലേ എന്നാണ് ചോദ്യം. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള രൂക്ഷമായ രീതിയിലുള്ള ഒരു വാക്കുതർക്കമായിട്ടൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായും അത് ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. ഏതൊരു മതവുമായാലും അതുമായി ബന്ധപ്പെട്ട് അതിനെ ആചരിക്കുന്ന അതിനെ വലിയ ദൈവികമായി കാണുന്ന നിരവധി ആളുകളുണ്ട്. ചിലപ്പോൾ ചിലർക്കത് വിശ്വാസമുണ്ടാകില്ല, ചിലർക്ക് വിശ്വാസവും കാണും. വിശ്വാസമുള്ളവരെ തടയുകയും വേണ്ട, നേരെ തിരിച്ചും വേണ്ട. വ്യക്തിപരമായി ഓരോ മതത്തിൽ വിശ്വസിക്കാനും മതാചാരങ്ങളിൽ വിശ്വസിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ഒരു തരത്തിലും മറ്റ് മതത്തെ അവഹേളിക്കാനോ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒരു തരത്തിലും അധികാരവും അവകാശവും ഇല്ലാത്ത രാജ്യം കൂടിയാണ് ഇന്ത്യ. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് തെറ്റായ പ്രവണതയാണെന്നും ഇനിയും പലർക്കും ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണെന്നും വ്യക്തമാകുന്നു. എന്തായാലും രൂക്ഷമായ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നു. ഇവർ ഈ ഒരു പോസ്റ്റ് ഇതുവരെ പിൻവലിക്കാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ചിക്കൻ മന്തി കഴിക്കുന്ന ശ്രീകൃഷ്ണനെയാണ് വിഷുദിനത്തിൽ ഇവർ ഈ പോസ്റ്ററിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.